വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് കുക്കീസ്. ലെറ്റ്സ് ഡു ഇറ്റ് ടെസ്റ്റ് മേക്ക് ഓവർ. കറന്റ് ഇതാണ് എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ. വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഭാഗത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് അവിടെ മാത്രം ചെറുതായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടാണ് ഇത്രയും നാളും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ ഞാൻ 3 ആഴ്ചത്തെ എൻ്റെ തന്ത്രപ്പാടാണ് ഗൈസ്. അപ്പം ഞാനൊരു റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3-4 മാസമെങ്കിലും പോകുമെന്ന് ഉറപ്പുണ്ട്. നമ്മുടെ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും 115 രൂപയാണ്. അതെന്തിനാ ഉള്ളതാണെന്ന് ചോദിച്ചാൽ വാൾപേപ്പർ വാങ്ങിച്ചതിൻ്റെ പൈസ കേട്ടാ. ബാക്കിയൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്താണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കിട്ടിയ പണിയാണ് ഞാൻ കാണിച്ചത്. എൻ്റെ കാലും ചെറുതായിട്ട് മുറിഞ്ഞു. അതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് മെയ്ഡായിട്ടാണ് എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്ലൂഗൺ യൂസ് ചെയ്തപ്പോൾ തട്ടിയിട്ട് കൈ പൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ടേബിളിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വൈറ്റ് വാൾപേപ്പറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഏകദേശം ഒരു 1.5 വർഷമൊക്കെയാണ് ഇത് വെച്ച് ഒട്ടിച്ചത്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള വാൾപേപ്പറാണ് കേട്ടോ. എൻ്റെ ഒരു വൃത്തിയില്ലായ്മയും സൂക്ഷ്മക്കേടൊക്കെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കോലത്തിലായതാണ്. ആൻഡ് ഈ വാൾപേപ്പർ പിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് അതൊരു 1.5 പാടായിരുന്നു ഗൈസ്. പിന്നെ ഈ ടേബിളിലെ സാധനങ്ങളൊക്കെ മാറ്റിയപ്പോൾ ഉണ്ടല്ലോ, ജാനുവരിയിൽ പൊട്ടിച്ച പോപ്പിന്റെ ഗിൽറ്റേഴ്സ് അടക്കം ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ മൊത്തത്തിൽ വലിച്ചു പറിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചുമരിലുണ്ടല്ലോ, ആ വീഡിയോ എടുക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ ചാനലിൽ ഏറ്റവും ഫസ്റ്റ് ഒരു ഡെസ്ക് മേക്ക് ഓവറിന്റെ വീഡിയോ ഇട്ടുണ്ട്. അതിൽ ഞാൻ അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെ കൊടുക്കാം, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് പോയി കാണാം. ആ വലിച്ചു പറിച്ച് എടുത്തപ്പോൾ കിട്ടുന്ന പണിയല്ല നമുക്ക് ഒട്ടിക്കുമ്പോൾ കിട്ടുന്നത്. ഒട്ടിക്കുമ്പോൾ വളരെ 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 വലിയ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. വീഡിയോ ശ്രദ്ധിക്കാൻ നിന്നാൽ പിന്നെ ഒട്ടിക്കുന്നതിൻ്റെ ആ ഒരു നീറ്റ്നെസ് പോവും. എന്നിട്ടും എൻ്റെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അതായത് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പം നിങ്ങളുടെ സ്ഥലത്ത് എങ്ങാനും ഭയങ്കര വലിയ ചുളിവും വന്നാൽ ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എയർ മൊത്തം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയിലിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചുളിവൊക്കെ മാറ്റാനായിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ഗസ് ചെയ്യുക. എന്തായാലും എനിക്കറിയാം എന്താ സാധനം എന്ന് കേട്ടോ. കംപ്ലീറ്റ്ലി നമ്മൾ ആ ടേബിളിൽ മൊത്തം വാൾപേപ്പർ ഒട്ടിച്ചപ്പോൾ കിട്ടിയൊരു ആ ഒരു സന്തോഷം അതൊരു വേറെ തന്നെയായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ ചുളിവൊക്കെ ഒന്ന് നന്നായി കുറയൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറയും. ചുളിവുള്ള ഭാഗത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യാട്ടോ. ഇതുവരെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ചടപടേന്നായിരുന്നു ഗൈസ്. ഇതൊന്ന് വാൾപേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന സമയം, ഒന്ന് വൃത്തിയാക്കാൻ കിട്ടുന്ന ആ ഒരു സമയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു അരമണിക്കൂറുണ്ട് ചടയെ വേണ്ടിട്ട് എല്ലാം തീർന്നു കേട്ടോ. ഈ വീഡിയോയിൽ ഈ ഡെസ്ക് മേക്ക് ഓവറിന് ആവശ്യമായിട്ടുള്ള ഒരു 3 സാധനങ്ങളാണ്. ഒന്ന് ഈ ഗ്രിഡ്, പിന്നെ നമ്മുടെ ഓർഗനൈസറും, പിന്നെ ഒരു ഫേക്ക് പ്ലാന്റുമാണ് കേട്ടോ. ഇത് 3 നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് 3ന്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പറ്റിയ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിരത്തി പിടിച്ച് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫേക്ക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്ലാക്ക് ഗ്രിഡിൻ്റെ ഒപ്പം ആ ഒരു പ്ലാന്റ് നന്നായി ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ആ ഒരു ചുമരിൽ ഒട്ടിച്ച് വന്നപ്പോൾ കാണുന്ന ആ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയും സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നിങ്ങളൊരു ഡെസ്ക് മേക്ക് ഓവറോ റൂം മേക്ക് ഓവറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കോർണറിൽ ഈ ഒരു പ്ലാന്റ് അത് മസ്റ്റാണ്. എൻ്റെ പൊന്നെ, ശരിക്കും നിങ്ങളുടെ ആ ഒരു വൈബ് എന്നെ അങ്ങോട്ട് മാറ്റി തരും കേട്ടോ. ഇത് എങ്ങനെ വെക്കുന്ന ഓർത്തിട്ടുള്ള സംശയമായിരുന്നു കൂടുതൽ സമയം ഞാൻ കളഞ്ഞത് കേട്ടോ. ഇത് ഇങ്ങനെ വെക്കണോ മറ്റെങ്ങനെ വെക്കണോ എന്നൊക്കെ ആയിരുന്നു സംശയം മൊത്തം. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചത് എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ആ ഒരു ഗ്രിഡ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചത് ഒരു സ്റ്റീലിന്റെ നമ്മളെ വാളിലൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. അത് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും. എല്ലാ കടയിലും പറഞ്ഞാൽ ഫുഡ് കിട്ടുന്ന കടയിൽ പോയി ചോദിക്കരുത് കേട്ടോ. ഈ സ്റ്റേഷനറീസ്, ക്രാഫ്റ്റിന്റെ ഐറ്റംസ് അങ്ങനെയുള്ള കടയിലൊക്കെ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ മൊബൈൽ ഷോപ്പിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടും കേട്ടോ. ഞാൻ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഡെസ്കിന്റെ ഭാഗമൊക്കെ മൊത്തത്തിലൊന്ന് അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ വാൾ പോസ്റ്റേഴ്സ് നിർബന്ധമാണ്. അതും 20 രൂപ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഗ്രിഡിൽ നമ്മൾ കുറച്ച് വാൾ പോസ്റ്റേഴ്സും കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ബോയൊക്കെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൊറൊഴിച്ച് അങ്ങനെയാണ് ക്ലിപ്പും അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് കിടക്കുന്നത്. അതായത് വാളിൻ്റെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഞാൻ ചെയ്തൊരു ക്യാൻവാസ് പെയിൻറ്റും കൂടി ചെറുതായിട്ട് വാളിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡെസ്കിൽ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ കടന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്, നിങ്ങൾക്കുള്ള സാധനങ്ങളുടെയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇത് ഞാൻ ₹1 ചിലവില്ലാണ്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടും കടയിൽ നിന്ന് വാങ്ങിച്ച പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കും. ഓൺലൈനിൽ സാധനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിങ്ക് ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ നിങ്ങൾ. ഒരു ലിങ്ക് ഞാൻ കൊടുക്കും, ഏതിൻ്റെയും നമ്മുടെ വാൾപേപ്പറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ആൻഡ് ഇത് ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡെസ്ക് മേക്ക് ഓവർ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതെന്താന്ന് വെച്ചാൽ ഞായറാഴ്ച അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. ഈ കറണ്ടും മഴയും എന്നെ ചതിച്ചു ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തുണ്ടായിരുന്നത്. ഫോണിൽ ഒറ്റത്തുള്ളി ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ കറണ്ടും പോയി. ഒരു ദിവസം മൊത്തം കറണ്ട് കട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. സോറി ഫോർ ദാറ്റ്. ആൻഡ് ഇതായിരിക്കും നമ്മൾ ഇനി മുതൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ആ ഒരു പ്ലേസ്, നമ്മളൊരു സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന സ്ഥാനം കേട്ടോ. നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. മുമ്പുള്ളതും ഇതും തമ്മിൽ കമ്പയർ ചെയ്താണ്ടല്ലോ എൻ്റെ പൊന്നെ നമിച്ചു എന്ന് പറയാൻ തോന്നും. ഏതായാലും വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.